ിലേക്ക് കടക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുരുങ്ങിയതിനെ തുടർന്ന് 7 വർഷത്തോളമായി ദുരിതം അനുഭവിക്കുന്ന കെ ഹർഷീനയ്ക്ക് ഇന്ന് 5ാമത്തെ ശസ്ത്രക്രിയ. അടിവയറിന്റെ ഇടതുഭാഗത്ത് കത്രിക കിടന്ന സ്ഥലത്ത് രൂപപ്പെട്ട മാംസപിണ്ഡം നീക്കാനുള്ള ശസ്ത്രക്രിയയാണ് ഇന്ന് നടക്കുന്നത്. ഇതിനായി ഹർഷീനയെ ഇന്നലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഡോക്ടറുടെ അനാസ്ഥ മൂലം എത്ര വർഷത്തോളമായി ഒരു യുവതി ദുരിതം അനുഭവിക്കുകയാണ്? മാനസികമായും ശാരീരികമായും ഒക്കെ അവരെത്രത്തോളം പീഡനത്തിലൂടെയാണ് കടന്നു പോകുന്നത്? ഈ നിമിഷം അത് ഓർക്കാതിരിക്കാൻ വയ്യ. 5ാമത്തെ ശസ്ത്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ്. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും 2017 നവംബറിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടന്ന ആദ്യ പ്രസവ ശസ്ത്രക്രിയയിലാണ് ഹർഷീന വയറ്റിൽ കത്രിക കുടുങ്ങിയതെന്ന് കണ്ടെത്തിയത്. പിന്നീട് 2ാമത്തെ പ്രസവം കഴിഞ്ഞു. ആ സമയത്ത് നടത്തിയ സ്കാനിങ്ങിലൊന്നും ഇത്തരം സ്കാനിങ് നടത്തി. പിന്നീടാണ് കൃത്യമായ പരിശോധനകൾ നടത്തിയപ്പോൾ ഈ പതിവായി വയറുവേദന വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിയെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് ഈ കത്രിക ശസ്ത്രക്രിയയിലൂടെ 2022 സെപ്റ്റംബർ 17 പുറത്തെടുക്കുകയും ചെയ്തു. പക്ഷേ ആ കത്രിക പുറത്തെടുത്തെങ്കിലും ഈ കത്രിക കിടന്ന സ്ഥലത്തെ ഗ്രന്ഥിക്കുള്ളിൽ പഴുപ്പ് അടിഞ്ഞുകൂടുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. 2 തവണ ഈ പഴുപ്പ് നീക്കം ചെയ്തിട്ടും ഈ വേദന മാറാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് നടത്തിയ സ്കാനിംഗ് പരിശോധനയിലാണ് ഇവിടെ ഒരു മാംസപിണ്ഡം തന്നെ രൂപപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്ത്. ഇതേ തുടർന്നാണ് ഈ മാംസപിണ്ഡം ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എന്തായാലും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് ഈ കുടുംബം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹർഷീനയുടെ ആദ്യ ശസ്ത്രക്രിയകൾ തന്നെ ശേഷമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ഈ കുടുംബത്തിന് വലിയ രീതിയിലുള്ള തുക ചെലവാക്കേണ്ടി വന്നു. ഒപ്പം ഈ സർക്കാർ ഇക്കാര്യത്തിൽ 2 തരത്തിലെ നീതി നിഷേധം കാണിക്കുന്നു എന്നാണ് ഈ കുടുംബം പറയുന്നത്. കാരണം ഒന്ന്, ഈ ശസ്ത്രക്രിയക്ക് കാരണക്കാരായ കാരണക്കാരായ ഉദ്യോഗസ്ഥരെ, ഡോക്ടർമാരെ മാതൃകാപരമായൊരു ശിക്ഷാ നടപടിക്ക് വിധേയമാക്കുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പരാതി. കാരണം ഈ ഹർഷീന പലവട്ടം സമര പരമ്പരകൾ തന്നെ നടത്തിയിട്ടാണ് പോലീസ് അന്വേഷണത്തിന് പോലും ഈ കേസിൽ ഒരു നടപടികൾ ഊർജിതമായത്. ഇതിനുശേഷം പോലീസ് അന്വേഷണത്തിൽ കൃത്യമായും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് ഈ കത്രിക ഉള്ളിൽ കുടുങ്ങിയത്. മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം തന്നെയാണ് എന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തു. എങ്കിൽ പോലും അതിൻ്റെ പുറത്തൊരു നടപടികൾ ഉണ്ടാവാത്ത അങ്ങേയറ്റം ദൗർഭാഗ്യകരമായൊരു സാഹചര്യം. ഈ സാഹചര്യം ഇപ്പോഴും അതുപോലെ തന്നെ തുടരുന്നു. ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ ഉദ്യോഗസ്ഥർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയെങ്കിലും അത് മറ്റു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. മറുവശത്താണ് സർക്കാരിൽ നിന്നും ഒരു അർഹമായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്ന പരാതി. സർക്കാർ പ്രഖ്യാപിച്ച തുക അങ്ങേയറ്റം തുച്ഛമായ സാഹചര്യത്തിൽ തൻ്റെ ചികിത്സയ്ക്കും മുന്നോട്ടുള്ള ആരോഗ്യകരമായ ജീവിതത്തിനുമൊക്കെ സഹായകരമായൊരു തുക വേണമെന്ന ആവശ്യമാണ് ഹർഷീന മുന്നോട്ട് വെച്ചത്. പക്ഷേ അതും പരിഹരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർഷീനയ്ക്ക് സമര ചികിത്സാ നിയമ സഹായ സമിതി രൂപീകരിച്ച് ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയാണ് ഇപ്പോൾ ശസ്ത്രക്രിയക്കുള്ള പണം സമാഹരിച്ചിരിക്കുന്നത്. ഇന്നലെ ഹർഷീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് അവർ ശസ്ത്രക്രിയയ്ക്ക് വിധേയയാകും. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.